ലക്ഷ്യം ഏറ്റവും ഉയർന്ന ലക്ഷ്യം കൈവരിച്ചാൽ മാത്രമേ അവിടേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ. ആ ലക്ഷ്യം എന്നത് ഇപ്പോൾ തന്നെ നിശ്ചയിച്ച് ആ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ ഓരോ വിദ്യാർത്ഥിയും ശ്രമിക്കണം. എന്തായാലും ഇന്നിവിടെ ആദരിക്കപ്പെടുന്ന ഓരോ വിദ്യാർത്ഥികളെയും പ്രതിഭകളെയും വളരെ എൻ്റെ സ്വന്തം പേരിലും ഞങ്ങളുടെ തിരുവനന്തപുരം വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിൻ്റെ പേരിലും അഭിനന്ദിച്ചുകൊണ്ടും ഞങ്ങളുടെ ആശംസ അറിയിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ഇശാഅത്തുൽ ഇസ്ലാം സംഘം സെക്രട്ടറി ശ്രീ സുബൈർ പി അവറുകളെ വേദിയിലേക്ക് ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു. ബഹുമാനായ യോഗാധ്യക്ഷൻ കൂടിയായ ശ്രീ പ്രൊഫസർ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത സ്കൂളിലെ പ്രിയങ്കരനായ മാനേജർ ശ്രീ അഷ്റഫ് ഉജാവാസ്, നമുക്കിവിടെ സ്വാഗതം പറഞ്ഞ ശ്രീമതി ടീച്ചർ, നമ്മുടെ സ്കൂളിലെ പ്രിയങ്കരയായ എച്ച്.എം. ബെല്ല ജോസ്, പ്രിൻസിപ്പൽ ജാസ്മിൻ മിസ്, നമ്മുടെ രജിസ്ട്രാരി ശ്രീ അജീസ് ജുബൽ, ഡോക്ടർ ഗീതു കൃഷ്ണ, അതേപോലെ അബീറ, നമുക്കിവിടെ ആശംസകൾ അർപ്പിക്കുന്ന ശ്രീ വേണുഗോപാൽ സർ, സൂപ്രണ്ട് ഡിഒ, അതേപോലെ സൂപ്രണ്ട് ശ്രീ മുഹമ്മദ് സർ, ഡെപ്യൂട്ടി അച്ഛൻ അഞ്ജലി ടീച്ചർ, ഫൈസൽ സർ, നമ്മുടെ നോൺ ടീച്ചിങ് സ്റ്റാഫ്, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, നമുക്ക് ഒരിക്കൽ കൂടി SNMന്റെ നെറുകയിൽ ഒരു പൊൻതൂവൽ ചാർത്താൻ സാധിച്ചു. അതിന് പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥികളെയും, അധ്യാപകരെയും, മറ്റെല്ലാവരെയും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നന്ദിയും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു സുബൈർ. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ഇശാഅത്തുൽ ഇസ്ലാം സംഘം മെമ്പറായ ശ്രീ ഹമീദ് നഹ അവറുകളെ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമസ്കാരം. വളരെ സന്തോഷകരമായ മുഹൂർത്തത്തിലാണ് ഞാൻ നിങ്ങളുടെ വന്നിരിക്കുന്നത്. സ്കൂളിൻ്റെ മാണിക്കക്കല്ലിലും ഒരു മാലയിലെ മുത്തുപോലെ നിങ്ങളും നിങ്ങളുടെ പാരൻസും അതിലുപരി അധ്യാപകരും എല്ലാവരും പരസ്പരം ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ വളരെ സന്തോഷം തോന്നുന്നു. ഞങ്ങളുടെ മാനേജ്മെന്റ് സൈഡിൽ നിന്നും തുടർന്നു അക്കാഡമിക് സൈഡായാലും വേണ്ടില്ല, ഇൻഫ്രാസ്ട്രക്ചർ സൈഡായാലും വേണ്ടില്ല, എല്ലാ നിലയിലുള്ള പുരോഗതി ഉണ്ടാക്കാനുള്ള എല്ലാ നടപടികളുമായിട്ട് നമ്മുടെ മാനേജർ അശോകും നമ്മുടെ ടീമും മുന്നോട്ട് പോവുകയാണ്. ഞങ്ങൾക്ക് വേണ്ടത് റിസൾട്ടാണ്. ഇപ്പം നിങ്ങളെ തന്ന 10ാം ക്ലാസ് റിസൾട്ട് 11 കഴിഞ്ഞ് 12 എത്തുമ്പോൾ ഇതിൽ കൂടുതൽ തിളങ്ങുന്ന റിസൾട്ട് ആയിരിക്കണം ഞങ്ങൾക്ക് വേണ്ടത്. അതിൽ നിങ്ങൾ ആ റിസൾട്ടിൽ നിങ്ങൾ വരണം. പരപ്പനങ്ങാടിയിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോ നമ്മുടെ ഈ മോൻ്റെ പേര് അവർ നേടിയ സ്കോളർഷിപ്പിൽ അതുപോലെ ലക്ഷമല്ല, 1000 ലക്ഷം, പിന്നെ 50 ലക്ഷം എന്നല്ല, കോടിക്കണക്കിന് രൂപയുടെ സ്കോളർഷിപ്പ് നേടിയിട്ടാണ് ആ മകൻ പിന്നെ തുടർന്ന് പഠിക്കാൻ പോകുന്നത്. ഇതെല്ലാം ശ്രമിച്ചാൽ നിങ്ങൾ ഈ ഇരിക്കുന്ന പലർക്കും കഴിയും. നമുക്കിനി വേണം പരപ്പനങ്ങാടിയിൽ സിവിൽ സർവൻസ് വേണം, IPS ഓഫീസേഴ്സ് വേണം, IAS ഓഫീസേഴ്സ് വേണം, IFS ഓഫീസേഴ്സ് വേണം. ഞാൻ പല മുഖങ്ങളും ആ തിളക്കം കാണുകയാണ്. നമ്മുടെ നാടിനെ പരപ്പനങ്ങാടിക്ക് കീർത്തിയും പ്രശസ്തിയും ഉണ്ടാക്കാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഈ തരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഈ സ്കൂളിന്റെ പുരോഗതിക്ക് വേണ്ടി ആഹാരോപരം പണി അല്ലെ ആഹാരത്തും വിശ്രമമില്ലാതെ വർക്ക് ചെയ്ത ഇതിന്റെ അധ്യാപകർ, അവരെ എങ്ങനെയാണ് അവർ നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം അവർക്ക് ഓരോരുത്തരും എടുക്കുന്ന വർക്ക് അല്ലെങ്കിൽ അവരുടെ എഫേർട്ട് അത് ബിയോണ്ട് അവർ എക്സ്പെക്ടേഷൻ.
അവർക്ക് എന്നും ആ ഒരു പാഷനിൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് വേണ്ടത് നന്നായി പഠിക്കുക. നിങ്ങൾ ഉമ്മയും ഉപ്പയും നമ്മുടെ മാനേജർ അഷ്റഫ് സാഹിബ് പറഞ്ഞല്ലോ, പല പാരൻസിൻ്റെ ഉപ്പമാർ അല്ലെങ്കിൽ പിതാക്കന്മാർക്ക് പ്രവാസികളായിരുന്നു. ഞാൻ 19 വർഷം പ്രവാസിയായിരുന്നതാണ്. പിന്നെ നിങ്ങളിൽ അല്ല മക്കളിൽ ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് ആ പിതാക്കന്മാർ അവിടെ ഒരുങ്ങി ജീവിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ ബെഡ്റൂം, സ്വന്തം ബെഡ്റൂം അല്ലെങ്കിൽ ടോയ്ലറ്റുകൾ, ഞാൻ ഇങ്ങനത്തെ റോഡൊക്കെ അത് വിവരിക്കുക. ഒരു ടോയ്ലറ്റ് പോകണമെങ്കിൽ ക്യൂ നിന്ന് പോകേണ്ട ഒരു സാഹചര്യത്തിലുള്ള പല പാരൻസും പ്രവാസികൾ കുട്ടികളുടെ പാരൻസും ഉണ്ട്. ഞാനത് ആക്ഷേപിക്കാൻ പറയില്ല, സത്യാവസ്ഥ മനസ്സിലാക്കുക. നിങ്ങൾ ഉത്തരവാദിത്വം കാണിക്കണം. നിങ്ങളെ വളർത്തി വലുതാക്കിയ പിതാക്കന്മാര്, എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ഉമ്മമാര്, അതിനുപരി നിങ്ങളെ മെന്റേഴ്സ് ഗൈഡ് ചെയ്യുന്ന ടീച്ചേഴ്സ്, മക്കളെ ഒരിക്കലും മറക്കരുത്. ടീച്ചേഴ്സിനെ മറക്കരുത്, പിതാക്കന്മാരെ മറക്കരുത്. എന്നാൽ നിങ്ങൾ എന്നും ഉയരങ്ങളിലെത്തും. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നമുക്ക് കാണണം നിങ്ങളെല്ലാവരും ഷൈനിങ് സ്റ്റാർസ് ആയിട്ട് ഈ പരമ്പരാഗത വിദ്യാഭ്യാസത്തിൽ തിളങ്ങി കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. കുട്ടികളെ ബെസ്റ്റ് വിഷസ്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി മാനേജ്മെന്റ് കമ്മിറ്റി അംഗം ശ്രീ മുഹമ്മദ് കുട്ടി അവർകളെ വേദിയിലേക്ക് ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു. ബഹുമാനിയായ യോഗ അധ്യക്ഷൻ ജിയോ അൻവർ, മാനേജർ മുഹമ്മദ് അസ്ലം, ബെല്ല ടീച്ചർ, ജാസ്മിൻ ടീച്ചർ തുടങ്ങി സ്റ്റേജിൽ ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സദസ്സിലുള്ള നല്ലവരായ സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥികളെ, ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല. ഉന്നത വിജയം കരസ്ഥമാക്കിയ നിങ്ങളെ ആദരിക്കുക എന്നുള്ള സന്തോഷകരമായ ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ഈ നാടിനും മുതൽക്കൂട്ടായി നിങ്ങൾ ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് മാത്രം ആശംസിക്കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഉറപ്പുവാൻ ചെയ്ത് നിങ്ങളെ ഈ നിലയിലെത്തിച്ച പരിശ്രമിച്ച നിങ്ങളുടെ രക്ഷിതാക്കളോടും അധ്യാപകന്മാരോടും ഓഫീസ് സ്റ്റാഫ് അംഗങ്ങളോടും മറ്റും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും. ഇന്നത്തെ താരങ്ങളായ വിദ്യാർത്ഥികളെ, ഇപ്പോൾ 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ മക്കളെ, രക്ഷിതാക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന്